ഈ എന്ന് നിന്റെ മൊയ്തീൻ സിനിമ കണ്ടിട്ടില്ലേ? അപ്പൊ ആ സിനിമ ഇങ്ങനെ വ്യാപകമായിട്ട് ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് ഞാനും ആഗ്രഹിച്ചു നമുക്ക് ഈ സിനിമ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയാണ്. അപ്പൊ ഞാനും വിചാരിച്ചു എല്ലാവരും പോയി കണ്ടിട്ട് പറഞ്ഞു സൂപ്പർ പടമാണ്, ഭയങ്കര ലവ് സ്റ്റോറി ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കും ഭയങ്കര കാണാൻ ആഗ്രഹം. അപ്പൊ ഞാനും കണ്ടു. പക്ഷെ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും തോന്നിയില്ല. കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഒരു പെണ്ണ് അവൾ നല്ല പ്രായത്തില് ഇത്രയും കഷ്ടപ്പെട്ടൊരു ചെറുക്കനെ ഇഷ്ടപ്പെട്ടിട്ട് അവനെ ഇട്ടിട്ട് പോകാണ്ട് കഷ്ടപ്പെട്ട് അവനെ തന്നെ വേണമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നു, തപസ് ചെയ്തിരിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവൻ മരിച്ചു പോയിട്ടും അവന് വേണ്ടി ജീവിതം മാറ്റി വെച്ചിരിക്കുന്നു. എനിക്കത് ചിന്തിക്കാനേ പറ്റണില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ കാഞ്ചനമാലയ്ക്ക് വട്ടാണമ്മേ, ഞാൻ വല്ല ആയിരിക്കണം ആ സ്ഥാനത്ത്. പിന്നെ ഇത്രയും വേറെ പണിയില്ലാഞ്ഞിട്ടാണ് ഇത്രയും നാളൊരു ചെറുക്കനെ നോക്കിയാണ്. അവനെ കിട്ടിയില്ല വേറെ ഒരുത്തനെ കെട്ടണമായിരുന്നു, വലിയ ജീവിതം കളയണമെന്നാണ് ഞാൻ ചോദിച്ചു അമ്മയോട്. പിന്നെ അമ്മനെ ദയനീയമായി നോക്കി. പക്ഷെ ഇന്ന് എനിക്ക് കാഞ്ചനമാലയെ മനസ്സിലാവും. ഇന്ന് ആ ലവ് സ്റ്റോറി എന്താന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതേ ഒരു കാഞ്ചനമാലയെ പോലെ തന്നെ ഞാനും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു ആയുസ് മുഴുവനും മാറ്റിവെച്ച് ആ ഒരു സ്നേഹത്തിന് വേണ്ടി ഞാൻ ജീവിക്കുകയാണ്.